എൻ്റെ പേര് നിമിത സാൽവിൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കൂനമാവ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16 ജൂൺ 2024 ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നേ എനിക്ക് മാതാവിനെ നേരത്തെ അറിയാമായിരുന്നു. ഞാനപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമൊക്കെ എഴുതാൻ പോയത്. ഞാൻ ജർമ്മൻ B2 ലെവൽ എക്സാം എഴുതുന്ന കുട്ടിയായിരുന്നു. ഞാൻ ഫെബ്രുവരി 14 2 മൊഡ്യൂൾ ആദ്യം തൊട്ട് സ്ലോട്ട് എടുത്തത്. പൂനെയിലായിരുന്നു എടുത്തത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ പോയത്. ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു. ഞാൻ പോയി എഴുതി. ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എനിക്കറിയായിരുന്നു. ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 മൊഡ്യൂൾ ഞാൻ എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ 2 മൊഡ്യൂൾ പാസ്സായി. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കണം, എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യം എനിക്ക് കിട്ടുന്നുണ്ടായില്ല. എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഓൺലൈൻ ഉടമ്പടി ഉണ്ടല്ലോ എന്നുള്ള ഇതായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മെയ്യിലേക്ക് കൊച്ചിയിൽ എക്സാം സീറ്റ് കിട്ടി. അങ്ങനെ ബാക്കി 2 മൊഡ്യൂൾ ഞാൻ പോയി എഴുതി. പക്ഷേ എനിക്കത് കിട്ടുമെന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജൂൺ 11 എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 2 മൊഡ്യൂൾ ഞാൻ പാസ്സായില്ല. അങ്ങനെ ഞാനൊരു സാക്ഷ്യം പെട്ടെന്ന് കേട്ടു. B1 ആണ് ആ ഒരു ചേട്ടൻ പഠിച്ചു വെച്ചത്. പക്ഷേ ആ ചേട്ടൻ B2 ലെവൽ കൊച്ചിയിൽ എൻ്റെ സെയിം എക്സാം ഡേറ്റിൽ ആ ചേട്ടൻ എഴുതി. B1 പഠിച്ച ചേട്ടന് B2 ലെവൽ എക്സാം എഴുതി 2 മൊഡ്യൂൾ ആ ചേട്ടൻ പാസ്സായി. അങ്ങനെ ഞാൻ ആ ചേട്ടനെ സാക്ഷ്യം കേട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജൂൺ 16 2024 വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ അടുത്ത 2 മൊഡ്യൂളിന് വേണ്ടി ഞാൻ സീറ്റ് തപ്പാൻ തുടങ്ങി. പക്ഷേ ഞാൻ എല്ലാ ഏജൻറ്റുമാർക്ക് സീറ്റ് കൊടുക്കും, എനിക്ക് മാത്രം സീറ്റ് കിട്ടൂല. അങ്ങനെ 3 മാസത്തോളം എനിക്ക് സീറ്റ് കിട്ടാണ്ട് ഞാൻ കുറേ വിഷമിച്ച്. ആദ്യമൊക്കെ സീറ്റ് കിട്ടിയില്ല എന്ന് ആ ചേട്ടന്മാർ പറയുമ്പോൾ എനിക്കാദ്യം വിഷമമായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവിന് അവിടെ ഇഷ്ടമില്ല ഞാൻ എഴുതാനായിട്ട്. മാതാവ് ഞാനവിടെ എഴുതിയാൽ പാസ്സാവില്ല, അതുകൊണ്ടാണ് എനിക്ക് മാതാവ് സീറ്റ് തരാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സീറ്റ് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ പറയും, മാതാവിനോട് ഇഷ്ടമില്ല, ഞാൻ പാസ്സാവില്ല, അതുകൊണ്ട് എനിക്ക് മാതാവ് സീറ്റ് എടുത്തു തരാത്ത. മാതാവിന് ഇഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് എടുത്തു തരും. അങ്ങനെ സെപ്റ്റംബറിലേക്ക് എനിക്ക് 9-10 കൊൽക്കത്തയിൽ എനിക്ക് എക്സാം സീറ്റ് കിട്ടി. അങ്ങനെ ഞാനവിടെ എക്സാം എഴുതാനേക്കാട്ട് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് ഒരു കാശ് രൂപം തരുകയും ചെയ്തു. ഞാനിവിടെ വന്ന് ബംഗാളി പത്രം വാങ്ങിച്ചിട്ടാണ് പോയത്. ഞാനവിടെ ചെന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ അച്ഛനുമാണ് കൂടെ പോയത്. ഞങ്ങളവിടെ ചെന്ന് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആദ്യം എക്സാം ഇങ്ങനെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ച് മാതാവിൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതി തൈലം കൊണ്ട് ഞാൻ കുരിശ് വരയ്ക്കുകയും നാക്കിൽ കുരിശ് വരയ്ക്കുകയും ചെവിയിൽ 2 കുരിശ് വരയ്ക്കുകയും ചെയ്തിട്ടാണ് പോയത്. ഞങ്ങളവിടെ ചെന്ന് ഞാൻ വിശ്വാസപ്രമാണ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. സ്പീക്കിംഗ് എക്സാമിന് ഞാൻ കയറി. ആ സമയത്ത് എൻ്റെ പാർട്ട്ണറായിട്ട് വന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി, നല്ല ഫ്ലുവൻ്റായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂൾ പാസ്സാവും എന്നുള്ള കാര്യം. അങ്ങനെ റൈറ്റിംഗ് എക്സാമിനായിട്ട് കയറി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, സഞ്ചാരി മാതാവല്ലേ, എൻ്റെ ഒപ്പം വന്നം ഈ എക്സാം ഹാളിൽ. എക്സാം പേപ്പർ കിട്ടിയപ്പോൾ എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പാടായിരിക്കും എക്സാം എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മെഴുകുതിരിയുടെ നീല കളറ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ നീല കളർ അന്വേഷിച്ചു. ഗൊയ്ത്തെ സെൻറ്ററിൻ്റെ തീം തന്നെ പച്ച കളറാണ്. അപ്പോൾ ഞാൻ പച്ചത്തിരിയുടെ കാര്യം ആലോചിച്ചില്ലെങ്കിൽ നീല കളർ, ഡാർക്ക് നീല കളറൊക്കെ കണ്ടാൽ മതി. അങ്ങനെ എക്സാം എഴുതി ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴേക്കും മുകളിലെ ലൈറ്റിൻ്റെ ചുറ്റിനും ഡാർക്ക് നീല കളറും കൊണ്ട് അവർ കവർ ചെയ്തേക്കണം. അങ്ങനെ എനിക്ക് മനസ്സിലായി അവിടെ മാതാവ് ഉണ്ട്, എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ എക്സാം പേപ്പർ റൈറ്റിംഗ് ഇൻ മൊഡ്യൂൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ പെട്ടെന്ന് റൈറ്റിംഗ് എക്സാം തീർന്നു. ഇതുവരെയും എൻ്റെ അത്രയും പെട്ടെന്ന് റൈറ്റിംഗ് എക്സാം തീർന്നിട്ടില്ല. അതിനുശേഷം ഞാൻ വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ടായ ഉപ്പ് എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിക്കുകയും അവിടെ എക്സാം പേപ്പറിൽ മൊത്തം ആൻസർ ഷീറ്റിലൊക്കെ ഞാൻ വെതറുകയും അവിടെ ഞാൻ കൈ വെച്ച് ഞാൻ അച്ഛൻ്റെ തന്ന കാശ് രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം പേപ്പർ എടുക്കണ വരെ ഞാൻ അത്രയും പ്രാർത്ഥിച്ചു. ഞാൻ അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബംഗാളി പത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ബംഗാളി പത്രം അവിടെ എല്ലായിടത്തും കൊടുത്തു. പക്ഷേ എല്ലാവരും മാനിക്കുന്നുണ്ടായില്ല. അവർക്ക് കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ബംഗാളി ഭാഷ അറിയാം, പക്ഷേ കൂടുതലും പ്രായമായവരാണ് ബംഗാളി സംസാരിക്കുന്നത്. പക്ഷേ അവർക്ക് വായിക്കാനായിട്ടുള്ള അറിവില്ല. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ കുറച്ച് പേർക്ക് കൊടുക്കും, കുറച്ച് പേർ അപ്പോൾ പൈസയൊക്കെ എടുത്ത് തരും. അപ്പോൾ ഞാൻ പറയും പൈസ വേണ്ട. അപ്പോൾ ഹിന്ദിയിൽ ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ എനിക്ക് ഹിന്ദി അത്ര അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് കൊടുക്കും. എന്നിട്ട് കുറേ അപ്പാപ്പന്മാർ എൻ്റെ അടുത്ത് പറയും, ഇവിടെ മദർ തെരേസയാണ് മെയിൻ ആയിട്ടുള്ള മദർ, ഈ മദറല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മദറാണ് വലിയ മദർ. ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളൊരു പള്ളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ സങ്കടത്തോടെ പിന്നെ ഇറങ്ങി. അന്ന് രാത്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെയൊക്കെ പത്രം കൊടുത്തു.
അപ്പോഴും എൻ്റെ കയ്യിൽ പത്രം തീർന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലായിടത്തും കൊടുത്തു. പിന്നെ ആരും മാനിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ പത്രം എൻ്റെ അടുത്ത് ബാക്കി വന്നു. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, സാരില്ല, മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഞാൻ അമ്മിച്ചിനെ വിളിച്ച് പറഞ്ഞു, അമ്മിച്ചി ഇങ്ങനെ പത്രം ആരും മാനിക്കുന്നില്ല. അപ്പം അമ്മിച്ചി പറഞ്ഞു, സാരമില്ല, മാതാവ് നോക്കിക്കോളും, അറിയാലോ, നീ പത്രമായിട്ട് പോര് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പത്രമായിട്ട് തിരികെ ട്രെയിൻ കയറി കേരളത്തിലോട്ട്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പാടായിരുന്ന റൈറ്റിംഗ് മൊഡ്യൂൾ ഞാൻ പാസ്സാകുകയും സിമ്പിളായിരുന്ന സ്പീക്കിംഗ് മൊഡ്യൂൾ ഞാൻ തോറ്റുപോകുകയും ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇനി പാസ്സാവുള്ളൂ മുന്നോട്ട് പോകണമെങ്കിലുള്ളത്. അങ്ങനെ ഞാൻ അടുത്ത എക്സാം സീറ്റ് തപ്പാൻ തുടങ്ങി. ഞാനപ്പോൾ എനിക്ക് അന്ന് കൊൽക്കത്തയിൽ പോയി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളും ജലദോഷമൊക്കെ പിടിച്ച് എനിക്ക് അലർജി ഉള്ള ഒരാളാണ്. അപ്പോൾ അലർജിയൊക്കെ പിടിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൊൽക്കത്തയ്ക്ക് എക്സാം സെൻറ്റർ എടുക്കണ്ട, ഇനി അടുത്തുള്ള എക്സാം സെൻറ്റർ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് നോക്കി. ചെന്നൈയിൽ ഏജൻസി ഫീസ് കൂടുതലാണ്, എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഏജൻറ്റ് പറഞ്ഞു എടുത്തു തരാമെന്ന്. പക്ഷേ 3 മാസത്തോളം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ 4ാമത്തെ അറ്റംപ്റ്റാണ് എൻ്റെ സ്പീക്കിംഗ് വന്നത്. അപ്പോൾ ഇനി സ്പീക്കിംഗ് കൂടി ഉള്ളൂ എനിക്ക് പാസ്സാണ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ 2024 ഡിസംബറിനുള്ളിൽ എനിക്ക് മാതാവ് ഫുൾ മൊഡ്യൂൾ പാസ്സാക്കി തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ആദ്യം എന്തായാലും ചെന്നൈ സീറ്റ് വരുള്ളൂ, അപ്പോൾ നിനക്ക് എന്തായാലും ചെന്നൈ എടുത്തുതരാം. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം ഏത് സ്ലോട്ടാണ് ഓപ്പൺ ആവുന്നത് ആ സ്ലോട്ട് ചേട്ടൻ എടുത്തു, അത് ഏത് സെൻറ്ററാണെന്ന് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു, ചെന്നൈ വരാറുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം ആ ചേട്ടൻ എന്നെ വിളിച്ചു, കൊൽക്കത്ത പെട്ടെന്ന് കയറി വരുക, എന്താണെന്ന് അറിയത്തില്ല, കൊൽക്കത്ത സ്ലോട്ടാണ് പിന്നെയും ഓപ്പൺ ആവണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്ന് നോക്കണ്ട ചേട്ടൻ, കൊൽക്കത്ത നോക്കിക്കോ, രജിസ്ട്രേഷൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഉറപ്പ് തന്നെ ഇല്ല നിനക്ക്, പക്ഷെ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ രജിസ്ട്രേഷൻ ടൈം മോർണിംഗ് ചേട്ടൻ നോക്കി. പക്ഷേ മോർണിംഗ് രജിസ്ട്രേഷൻ ടൈമിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് സീറ്റ് കിട്ടിയില്ല, ഞാൻ എന്നാലും ട്രൈ ചെയ്യാം, ഇന്ന് മുഴുവനും നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആകും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അന്നേ ദിവസം രാത്രി ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫോണിലിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ ചേട്ടൻ എനിക്ക് അവിടുന്ന് കൊൽക്കത്തയിൽ നിന്ന് മെയിലും വന്നേക്കാണ്. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് സീറ്റ് കിട്ടി, ഡിസംബർ 4ലേക്ക് എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 4ലേക്ക് ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂളിന് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവിന് അവിടെ തന്നെ എഴുതണം എന്നാണ് ആഗ്രഹം. അങ്ങനെ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ പോയി. ഇതേപോലെ തന്നെ ഞാൻ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും നാവിൽ വരയ്ക്കുകയും ചെവിയിൽ 2ഉം കുരിശ് വരയ്ക്കുകയും ഉപ്പ് കൈ കരുതുകയും ഉപ്പ് കുറച്ച് കഴിക്കുകയുമാണ് ചെയ്ത് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ 4ാമത്തെ അറ്റംപ്റ്റാണ്. ഇനി പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് പൈസ ഗൊയ്ത്തെ ഫീസ് അടക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും അമ്മ എന്നെ പാസ്സാക്കി തന്നെ. അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ കൊൽക്കത്തക്ക് പോയി എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എൻ്റെ പാർട്ട്ണർ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എക്സാമിനേഴ്സ് എൻ്റെ അടുത്ത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിലാകെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ കൃപയാൽ എൻ്റെ കഴിവിൽ എനിക്ക് ഒരിക്കലും തന്നെ കിട്ടില്ല ഈ സംഭവം. അങ്ങനെ ഞാൻ കിട്ടില്ല എന്നനുസരിച്ച് ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള പത്രങ്ങൾ ഞാൻ അവിടേക്ക് കൊടുത്തു, റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ ട്രെയിൻ കയറി പോകുന്നവരെയും എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബംഗാളി ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങുക, എന്താണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ മലയാളി കൊച്ചിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ബംഗാളി പത്രം ഇരിക്കുന്നത്, ഇതെന്താ സംഭവം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക അവർ. അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഇങ്ങനെ എഴുതി വായിക്കുകയും ഇങ്ങനെ എഴുതി കാണിക്കുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ അവരെല്ലാം എൻ്റെ അടുത്ത് നിന്ന് പത്രം വാങ്ങി. അങ്ങനെ മുഴുവൻ പത്രം എനിക്ക് കൊൽക്കത്ത തിരിച്ച് കേരളത്തിനെത്തനെക്കാട്ടും മുന്നേ എനിക്ക് എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ പറ്റി. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 60 മാർക്കാണ് ഗോയിത്തെ ഒരു മൊഡ്യൂൾ പാസ്സാവാനായിട്ട് വേണ്ടത്. എനിക്ക് 59 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി. തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 59 മാർക്ക്. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. പിന്നെ പരീക്ഷയ്ക്കാണ് അമ്മയെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇതിൽ നിന്നപ്പോൾ അമ്മിച്ച് പറഞ്ഞു, ജസ്റ്റ് നീ ഒന്ന് മെയിൽ അഴിച്ച് നോക്ക്, റിവാലുവേഷൻ അഴിച്ച് നോക്ക് ഗോയിത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗോയിത്തേന് റിവാലുവേഷൻ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ജസ്റ്റ് അവർക്ക് പേപ്പർ വ്യൂയിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത്. അത് നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് 10ൽ ഇത്ര എന്ന് പറഞ്ഞ് തിരിച്ച് 10ൽ 9 ഫ്ലുവൻസിക്ക് അങ്ങനെ പറഞ്ഞ് തിരിച്ച് നമുക്കൊരു PDF ആക്കി തരും. അപ്പോൾ ഞാനിങ്ങനെ അഴിച്ചിട്ട് കാര്യമില്ല അമ്മച്ചി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ വെറുതെ അഴക്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ മെയിൽ അഴിച്ചു. മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മാതാവിൻ്റെ കൃപയാൽ നിന്നെ പാസ്സാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പാസ്സാവണം, എനിക്ക് എല്ലാ പിള്ളേരെയും തെളിയിക്കണം, എനിക്ക് മാതാവ് തന്നതാണ് ഈ എക്സാം, എനിക്ക് മാതാവ് തന്നതാണ്, എൻ്റെ മാതാവ് പാസ്സാക്കിയതാണെന്നുള്ള കാര്യം എനിക്ക് എല്ലാവരെയും അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നത്. ബുധനാഴ്ച
3 മണിക്ക് ഞാൻ കർണക്കൊന്ത കൊല്ലും. അപ്പോൾ 3 മണിക്ക് കർണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു എൻ്റെ മൊബൈലെടുത്ത് സൈറ്റിൽ കയറി ഒന്ന് റിഫ്രഷ് ചെയ്ത് സ്ലോട്ടൊന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് 59 കിടന്നിരുന്ന മാർക്ക് അവിടെ 60 തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 60 എന്നുള്ള രീതി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ 60 മാർക്ക് കിട്ടിയ പാസ്സായി. അപ്പം തന്നെ എനിക്ക് മെയിൽ വന്ന് 4 മൊഡ്യൂളും പാസ്സായി, 4 മൊഡ്യൂളുടെ സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് അയച്ചിരിക്കുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബർ 25 അമ്മക്ക് ഈശോനെ കിട്ടിയ ദിവസമാണ്, അതേപോലെ എനിക്കും 25 എനിക്കൊരു സമ്മാനം തന്നെ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് റിസൾട്ട് പാസ്സായി. അങ്ങനെ B2 മൊഡ്യൂൾ ഫുൾ മൊഡ്യൂൾ ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി തുടങ്ങി. എല്ലാവർക്കും തന്നെ ഒറ്റ ഇൻ്റർവ്യൂ ആയിരുന്നു ജർമ്മനിക്ക് പോകാനായിട്ട് നഴ്സിങ്ങിന്. പക്ഷേ എനിക്ക് വന്നപ്പോൾ, എൻ്റെ മുതലുള്ള പിള്ളേർക്ക് വന്നപ്പോൾ അത് 2 ഇൻ്റർവ്യൂ ആയിട്ട് മാറി. അങ്ങനെ ആദ്യം എംപ്ലോയർ ഇൻ്റർവ്യൂ, അതിനുശേഷം സ്കൂൾ ഇൻ്റർവ്യൂ. എംപ്ലോയർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിക്കുകയും തൈലം പൂശുകയും ഞങ്ങളുടെ ഏജൻസിയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഉപ്പ് വെതറുകയും ഉപ്പ് കഴിക്കുകയും എല്ലാം വിശ്വാസ പ്രമാണം പ്രതിഷേധത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. അങ്ങനെ ആ സമയത്ത് 7 പിള്ളേരിൽ പാസ്സായത് ഞങ്ങൾ 2 പിള്ളേരായിരുന്നു. അതിലൊരാൾ ഞാനായിരുന്നു. മറ്റേ കൊച്ചും ഞാൻ നോക്കിയപ്പോൾ അവളെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 2 പേരും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്ത പിള്ളേരാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്ത പിള്ളേർ 2 പേരാണ് പാസ്സായിരിക്കണമെന്നുള്ള കാര്യം. അതിനുശേഷം ഞങ്ങൾക്ക് സ്കൂൾ ഇൻ്റർവ്യൂ വന്നു. സ്കൂൾ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവൾക്കും ടഫായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മാതാവ് ഇവിടം വരെ എത്തിച്ചില്ല, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഞാൻ ഇതേപോലെ തന്നെ ഉപ്പ് കഴിക്കുകയും തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തൈലം കൊണ്ട് ലാപ്ടോപ്പിൽ കുരിശ് വരയ്ക്കുകയും ഞങ്ങളുടെ ഏജൻസി മുഴുവനും ഞാൻ സൈഡിലൊക്കെ ഉപ്പ് വെതറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരാണ് ഇൻ്റർവ്യൂവിൽ പാസ്സായിക്കണത്, നിങ്ങൾക്ക് 2 പേർക്കും ഇനി വിസ പ്രോസസ്സിങ്ങിലോട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിസക്ക് ഞങ്ങൾ ഡേറ്റ് എടുത്തു. എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വിസ അപ്പോയിൻമെൻറ്റിന് ഒരു ഫീസ് പോലും അടക്കാണ്ട് എനിക്ക് തന്നെ എൻ്റെ ഡേറ്റ് എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ ഞാൻ ഒരു ഫീസ് പോലും അടക്കാനാണ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തത്. അങ്ങനെ മാർച്ച് 5 ഞാൻ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു. ഞാൻ കൊച്ചിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ വിസക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഏജൻസി തന്നു. അതിനുശേഷം വിസ വെക്കാനായിട്ട് പോയി. അപ്പോൾ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും തന്നെ നിങ്ങൾ സൈൻ ചെയ്യേണ്ട, അവിടെ ചെന്നിട്ട് VFSൽ വെച്ചിട്ട് അവരെ എല്ലാവരും തന്നെ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളും, എല്ലാ കോൺട്രാക്റ്റ് ആയാലും എന്തായാലും. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചത്, കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അവളുടെ അടുത്തും ചോദിച്ചിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞു, ഇല്ല കോൺട്രാക്റ്റ് സൈൻ ചെയ്യിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അത് വിളിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല, കോൺട്രാക്റ്റാണ് മെയിൻ, നമ്മളവിടെ ഇന്ന സ്കൂളിലാണ് പഠിക്കണത്, ഇന്ന നഴ്സിംഗ് ഫീൽഡിലോട്ടാണ് നമ്മൾ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് മാത്രം സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് വെച്ചപ്പോൾ സാറ് പറഞ്ഞ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലോട്ട് അഴക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരും, എന്താ മെയിൽ പറഞ്ഞേക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ പോകേണ്ടി വരും അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ മെയിൽ അറ്റാച്ച് ചെയ്തിട്ട് ഫയൽ വരും, അത് നിങ്ങൾ ഡിജിറ്റലായിട്ട് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, മാതാവ് നമുക്ക് വിസ തരും. വിസക്ക് വെക്കണക്കാട്ടും മുന്നേ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സിലെല്ലാത്തിലും വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ ഉപ്പെല്ലാം വെതറുകയും തൈലം കൊണ്ട് പാസ്പോർട്ടിൽ കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ വിസക്ക് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും നമ്മൾ ചെയ്ത് മാതാവ് ഇവിടം വരെ എത്തിച്ചതാണ്, ഇനി മുന്നോട്ട് മാതാവ് എന്തായാലും വഴിയൊരുക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിസക്ക് വെച്ച് ഞാനൊരു ദിവസം കടന്നു തുടങ്ങിയപ്പോൾ സ്വപ്നത്തിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ 14/3 എന്നുള്ളൊരു ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ 14/3 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്, അത് എനിക്ക് മനസ്സിലാവണില്ല എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അത് നിനക്ക് വിസ വന്ന ഡേറ്റാണ്, നീ നോക്കിക്കോ, നിനക്ക് അന്ന് വിസ വരും എന്ന് പറഞ്ഞു. കറക്റ്റ് 14/3 വെളുപ്പിന് എനിക്ക് മെയിൽ വന്നു, വിസ അവിടെ നിന്ന് ബ്ലൂ ഡാർട്ടിലോട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, അവർ കൊറിയർ അഴക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ബ്ലൂ ഡാർട്ടിൽ നിന്ന് തന്നെ വിളിച്ച് വിസ കിട്ടിയിട്ടുണ്ട്, വീടും അഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന്. കറക്റ്റ് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ വിസ കയ്യിൽ വന്നു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് വിസ അടിച്ച് കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ മാസം മാർച്ച് 25 ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളുമായിട്ട് ഇവിടെ വന്ന് പത്രങ്ങളെല്ലാം വാങ്ങിക്കുകയും പത്രമെല്ലാം എല്ലാവർക്കും തന്നെ കൊടുക്കുകയും, ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പത്രങ്ങളായിട്ട് പോകും, അവിടെ കൊടുക്കും. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാനും വീട്ടുകാരും എല്ലാവരും കൂടി ഭക്ഷണം
ഉണ്ടാക്കി ബോയ്സ് ഹോമിലേക്ക് ഞങ്ങൾ കൊടുത്ത് അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ധ്യാനങ്ങളും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എല്ലാവർക്കും തന്നെ സ്റ്റാറ്റസ് ഇട്ട് ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കണം, ഇവിടെ ഇങ്ങനെ ഒരു അമ്മയുണ്ട്, നിങ്ങളെല്ലാവരും അമ്മ മാതാവ് സഹായിക്കും നിങ്ങളെ. അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതാണ് എൻ്റെ വിസ അടിച്ചു വന്നത്. ഇതാണ് എനിക്ക് വിസ വന്നത്. ഞാൻ ഈ വർഷം തന്നെ ഞാൻ പോകുമെന്നൊട്ടും വിചാരിച്ചതല്ല. അമ്മാവൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ്, അമ്മാവൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് ഈ വിസ കിട്ടി ഞാൻ 25-ാം തീയതി പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ചെയ്തു തന്നെ എൻ്റെ അമ്മക്കും ഈശോയ്ക്കും 1000 നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ മോശ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഫറവോയുടെ പക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാനും ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കർത്താവ് അവനോടൊരു ഉടമ്പടി വചനം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ വരും. ഇതാണ് വാഗ്ദാനം.